ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. ഓരോ വ്യക്തിയും ജനിച്ചു വരുമ്പോൾ തന്നെ അവൻ ചില സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പരിപൂർണമായി നമ്മുടെ ഒന്നും സംസ്കാരം ആരുടേതല്ല, അച്ഛനമ്മമാരുടേതല്ല. കുറേ സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അച്ഛനമ്മമാരിൽ നിന്നും ചില സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സമൂഹത്തിൽ നിന്നും കുറേ സംസ്കാരം കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതും അച്ഛനമ്മമാരിൽ നിന്ന് കാണുന്നതും സമൂഹത്തിൽ നിന്നൊക്കെ കാണുന്നത്, ഇതിനെ നമ്മൾ പൊതുവെ പറയേണ്ടത് വ്യാവഹാരിക സംസ്കാരം എന്നാണ്. എന്താ വിളിക്കുക? വ്യാവഹാരിക സംസ്കാരം, അല്ലെങ്കിൽ ഒരു സാമൂഹിക സംസ്കാരം. എന്താ ഈ വ്യാവഹാരിക സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം? ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ സമൂഹത്തിൽ ചില വൈവിധ്യങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ഈ വൈവിധ്യങ്ങളെയാണ് നമ്മളെ ശരിയാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നാം കാണുന്ന ഈ വൈവിധ്യങ്ങളെല്ലാം, വ്യത്യസ്തങ്ങളൊക്കെ ഇങ്ങനെ വേണം നമ്മൾ ലോകത്തിൽ ജീവിക്കാൻ എന്ന് വെച്ചുകൊണ്ടാണ്, നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നത് വ്യാവഹാരിക സത്യം മാത്രമേ ഉള്ളൂ. നാം ഇതിൻ്റെ പിന്നിലൊരു പാരമാർത്ഥിക സത്യത്തെ നമ്മളാരും മനസ്സിലാക്കുന്നില്ല. ഏത് സത്യത്തിൻ്റെ പിന്നിലും ഒരു വ്യാവഹാരികതയുമുണ്ട്, ആ സത്യത്തിൻ്റെ പിന്നിലൊരു പാരമാർത്ഥികതയുമുണ്ട്. എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം സ്വർണ്ണാഭരണം തന്നെ എടുക്കുക. അപ്പൊ സ്വർണ്ണാഭരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആഭരണങ്ങളൊക്കെ വ്യാവഹാരിക സത്യങ്ങളാണ്. കമ്മലുണ്ട്, വളയുണ്ട്, മാലയുണ്ട്, അരഞ്ഞാണമുണ്ട്, കാലിലിടുന്ന പാദസരമുണ്ട്, തലയെക്കുത്തിയുണ്ട്, മൂക്കുത്തിയുണ്ട്, എന്തെല്ലാം കുത്തികളുണ്ടോ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ വ്യാവഹാരികങ്ങളായിട്ട് സത്യങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ ഈ സത്യം മാത്രമാണോ അതിലുള്ളത്? മറ്റൊരു സത്യം കൂടിയുണ്ടല്ലോ. ഏത്? സ്വർണം എന്നൊരു സത്യമുണ്ട്. ആ സത്യത്തിനെ വിളിക്കേണ്ടത് പാരമാർത്ഥിക സത്യം. ഇതുപോലെ നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ്റെ സഹോദരിയുണ്ട്, വലിയമ്മയുണ്ട്, ചെറിയമ്മയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനിയത്തിയുണ്ട്, ബന്ധുക്കളുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. അയൽവാസികളുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. വ്യാവഹാരികത്തിൽ ഇതൊക്കെ ഉണ്ട്. ഈ വ്യാവഹാരികത്തിൻ്റെ പിന്നിലും എന്തുണ്ടാവണം? ഒരു പാരമാർത്ഥികം ഉണ്ടാവണം. എന്നാൽ നമ്മളാരും ഈ പാരമാർത്ഥികം മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഭേദബുദ്ധിയാണ്. നമുക്കൊക്കെ ഉള്ള ബുദ്ധി ഭേദബുദ്ധിയാണ്. നമ്മൾ അങ്ങനെയാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭേദബുദ്ധിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അത് ഏത് സംസ്കാരമാണ്? ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്ന്, ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും മറ്റുള്ളവരെക്കാളും നമ്മൾ താഴ്ന്നവരാണ്. അങ്ങനെ നമ്മളിൽ 2 കോംപ്ലക്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഏത് കോംപ്ലക്സ്? ഹൗസിംഗ് കോംപ്ലക്സുകളല്ല, ഇതിനെ പറയും ഒന്നുകിൽ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയോറിറ്റി. ചിലരുടെ മുന്നിൽ നമുക്ക് കേമന്മാരാണെന്ന് തോന്നുമ്പോൾ നമ്മൾ വലിയവരാണെന്നൊരു ബോധം നമുക്ക് തോന്നും, ഒരു അഭിമാനം. ചിലരുടെ മുന്നിൽ നമ്മൾ താഴ്ന്നവരാണെന്ന് ബോധം. ഇങ്ങനെയാണ് എല്ലാ വ്യക്തികളും, ഏത് വ്യക്തിയുടെ ഉള്ളിലും ഇതുണ്ട്. ഈ താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള ചിന്തകൾ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇനി ഒരാൾ എക്സെപ്ഷൻ ഒന്നുമില്ല. അപ്പോ ഇങ്ങനെ നമ്മൾ വളർന്നു വരുമ്പോൾ പൊതുവെ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ, നാം കേമന്മാരാണെന്ന് തോന്നുമ്പോൾ, മറ്റൊരാൾ താഴ്ന്നവനാണെന്ന് തോന്നുമ്പോൾ, നാം അറിയാതെ മറ്റൊരാളെ എന്ത് ചെയ്തേക്കാം? ചിലപ്പം നിന്ദിക്കാൻ ഇടവന്നേക്കാം. നാം മറ്റൊരാളെ നിന്ദിക്കാൻ ഇടവന്നേക്കാം. അപ്പം അങ്ങനെ മറ്റൊരാളെ നാം നിന്ദിക്കുകയും അതുപോലെ നാം മറ്റൊരാളോട് കൂടുതൽ ഒരു ഭയഭക്തിയൊക്കെ കാണിക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ, വാസ്തവത്തിൽ നാം ഉയരുകയല്ല ചെയ്യുന്നത്, നാം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നാം വളരുന്നില്ല ഇതിൽ നിന്ന് നമ്മൾ വളരണമെങ്കിൽ നാം പാരമാർത്ഥികതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ പഠിക്കണം. അതിനെയാണ് അഭേദബുദ്ധി എന്ന് പറയുക. 2 തരം ബുദ്ധികളുണ്ട്, ഒന്ന് ഭേദബുദ്ധിയും അഭേദബുദ്ധിയും. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോണേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണ് ഇത് എന്താന്നുള്ളത്. പ്രകൃതിയിൽ വൈവിധ്യങ്ങളുണ്ട്. There is difference in the nature. Difference is the part of the nature that you can't change it. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ അതിൽ ഡിഫറൻസിയേഷൻ, ആ വൈവിധ്യങ്ങളിൽ നമ്മൾ നല്ലതെന്നും ചീത്തതെന്നും ഉയർന്നതെന്നും താഴ്ന്നതെന്നും ഇതൊക്കെ വെക്കുന്നത് ആരുടെ ബുദ്ധിയാണ്? ഇവര് നല്ലവര്, ഇവര് ചീത്തത്, ഇത് വെക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഭേദബുദ്ധി കൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. ഇവരെൻ്റെ ആളുകൾ, ഇവരെൻ്റെ ആളുകളല്ലാത്തവർ. ഇങ്ങനെ നമ്മൾ വേർതിരിക്കുമ്പോണ്ടല്ലോ നമ്മൾ പാരമാർത്ഥിക സത്യത്തിൽ നിന്നും അകന്നു പോകുന്നു. അപ്പം ഭഗവാൻ പറയുകയാണ്, നമ്മളോട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, പാരമാർത്ഥികതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതെന്താ ഈ പാരമാർത്ഥിയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? അഭേദബുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്, ഞാനിവിടെ ഉറപ്പിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതീയ ആധ്യാത്മിക സംസ്കാരം എന്ന് പറയുന്നത്, ഭാരതീയ മതം എന്ന് പറയുന്നത്, ഹിന്ദു മതം എന്ന് പറയുന്നത്, അതിൻ്റെ പേരെന്താണെന്നറിയോ? അദ്വൈത മതം എന്നാണ്. അതിൻ്റെ പേര് അദ്വൈതം എന്നാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അർത്ഥം മനസ്സിലാവുമല്ലോ. അവിടെ എന്തില്ല? 2 ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു മതമാണ് അദ്വൈത മതം. അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണെന്ന്. അല്ല സ്വാമി, എല്ലാം എങ്ങനെയാ ഒന്നാവുക? ഉദാഹരണത്തിന്, അമ്മയും പെണ്ണാണ്, ഭാര്യയും പെണ്ണാണ്, സഹോദരിയും പെണ്ണാണ്, സഹോദരിയുടെ അനിയത്തിയും പെണ്ണാണ്, എല്ലാവരും പെണ്ണ്, ബന്ധുക്കളൊക്കെ അങ്ങനെയുള്ള ഇവരൊക്കെ ബന്ധുക്കൾ സ്ത്രീകളാന്ന് വിചാരിക്കുക. ഇവരൊക്കെ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഇവരോടൊക്കെ ഒരേ രീതി പെരുമാറാൻ പറ്റുമോ? ഭാര്യയോട് പെരുമാറുന്ന പോലെ മറ്റൊരാളോട് പെരുമാറാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അദ്വൈതം എന്ന് പറയുന്നത് എങ്ങനെയാ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? എവിടെയോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതില്. പുലിയും പശുവും ഒക്കെ ഒന്നാവുമോ? പാമ്പും തവളയും ഒക്കെ ഒന്നാവുമോ? ഇല്ല. പിന്നെ എവിടെയാണത് ഒന്നാക്കി എടുക്കേണ്ടത്? ഭഗവാൻ പറയുന്നു, ഭാവനയിൽ മാറ്റിയാൽ മതി എന്നാണ്. കണ്ണിൽ മാറ്റേണ്ട ആവശ്യമില്ല. എവിടെ മാറ്റിയാൽ മതി? കണ്ണിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങളെല്ലാം ഒന്നാണെന്നാണ് കണ്ടു കഴിഞ്ഞാൽ സാധ്യമല്ലത്. കണ്ണിൽ ഒരിക്കലും മാറ്റം വരില്ല. ഉപനിഷത്തിൽ ഈശാവാസ്യ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിലൊരു മന്ത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഏതു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യഹ ആരാണോ സർവഭൂതാനി എല്ലാ ഭൂതങ്ങളിലും ആത്മനി ഏവ അനുപശ്യതി, ആരെ കാണണം?
അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറയുന്നത്. സർവഭൂതങ്ങളിലും ആരാണോ ഭഗവാനെ കാണുന്നത് അവൻ ന വിജുഗുപ്സതേ, ആരെയും വിജുഗുപ്സ ചെയ്യില്ല, നിന്ദിക്കയില്ല. അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒരുപോലെ കാണണമെന്നല്ല പറയുന്നത്. എല്ലാവരിലും ഒരേ ഭഗവാനാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി ആരെയും നമ്മൾ അപ്പൊ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ ഭാവനയിൽ മാറ്റം വരുത്തണം, പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം. ഇത്രയേ വേണ്ടു. നമ്മൾ ആരെയും ഇവിടെ അപമാനിക്കേണ്ട, വേദനിപ്പിക്കേണ്ട, നിന്ദിക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും തുടങ്ങുന്നത് മനുഷ്യന്റെ വാക്കുകളിലൂടെയാണ്. സംസാരിക്കാനുള്ള ഒരു കഴിവ് ലോകത്തിൽ ആർക്കും ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. വീട്ടിലൊക്കെ എത്ര ശാന്തി സമാധാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും ആംഗ്യഭാഷയിൽ കൂടെ സംസാരിക്കുകയായിരുന്നു. മാക്സിമം പോയി എങ്ങനെ കാണിക്കായിരിക്കും. എന്നാലും വാക്കുകളിലൂടെ വലിയ അപകടമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഭാഷ വന്നതിന് ശേഷമാണ്, ഈ സംസാരിക്കാനുള്ള കഴിവ് വന്നതിന് ശേഷമാണ് മനുഷ്യന് സകല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ മാറ്റം വരുത്തണം? ഭാവനയിലും മാറ്റം വരുത്തണം, സ്വഭാവത്തിലും മാറ്റം വരുത്തണം. നമുക്ക് ഓരോ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വേഗം മനസ്സിലാവും. രാമായണത്തിലൂടെ കടന്നു പോകുമ്പം അവിടെ നിങ്ങൾക്ക് കാണാം, സീതാദേവി വാക്കുകളിലൂടെ ലക്ഷ്മണനെ പഠിച്ചപ്പോഴാണ് ലക്ഷ്മണൻ പോയത്, അല്ലേ? ആണോ അല്ലയോ? സീതാദേവി അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ കഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദുര്യോധനൻ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് പരിഹസിച്ചെല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്, അല്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളിൽ നിന്നാണ് ഇവിടെ സകല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എവിടെ മാറ്റം വരുത്തണം? സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തണം. ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് അസുരൻ, ആരാണ് ദേവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതയിൽ പറയും ഭഗവാൻ, ദംഭോ ദർപ്പോധിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരിം. ഇവരാണ് അസുരന്മാര്. നമ്മൾ കഥ കേട്ടിരിക്കുന്നത് നല്ല കറുത്ത വണ്ണുള്ള രൂപമുള്ളവരും കൊടുവാള പിടിച്ചവരൊക്കെയാണ് അസുരന്മാര് എന്നുള്ളതാണ്. എന്നാ അങ്ങനെയുള്ളവരും നല്ല അസുരന്മാര്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധപാരുഷ്യമേവ ച. ദംഭമുള്ളവൻ, ഞാൻ കേമനാണെന്നുള്ള തോന്നുന്നവൻ, ദർപ്പമുള്ളവൻ, ക്രോധമുള്ളവൻ, പാരുഷ്യമുള്ളവൻ, അജ്ഞാനമുള്ളവൻ, അങ്ങനെയുള്ളവനൊക്കെ ഇവരാണ് ആസുരീം, ഇവരാണ് അസുരന്മാര്. ഇനി നമ്മൾ സ്വയം ഉള്ളിലേക്ക് നോക്കി ചോദിക്കൂ, ഇതൊന്നൊക്കെ നമ്മൾ മുക്തരാണോ? അപ്പൊ നമ്മൾ മുക്തരല്ലെങ്കിൽ നമ്മളിലും ആരുണ്ട്? ഒരസുരനൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഭഗവാൻ പറയുന്നു, ആരാണ് ദേവൻ എന്ന് പറയുന്നത്? അഹിംസ സത്യമക്രോധം ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം മാർദ്ദവം ഹ്രീ അചാപലം. 16-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഹിംസയുണ്ടാവരുത്, വേദനയുണ്ടാവരുത്. അപ്രകാരം അക്രോധം, ആരോട് നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത്. ത്യാഗ, ശാന്തി, ദയാ, ഭൂതേഷു, ഇതൊക്കെ പറയാൻ നല്ല സൗകര്യമുള്ള വാക്കുകളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഭഗവാൻ എന്ത് വിളിക്കുന്നത്? ദേവൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം കൊണ്ടല്ലേ നമ്മൾ ദേവനാവുന്നത്? നമ്മുടെ പെരുമാറ്റം കൊണ്ടല്ലേ നമ്മൾ അസുരനാവുന്നത്? ആണോ അല്ലയോ? അപ്പൊ നമ്മൾ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. ഒരു ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അറിയില്ലേ ഗുരു, ഭയങ്കര ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, ഭാര്യയുടെ അമ്മയോട് ദേഷ്യം, നാട്ടുകാരോട് ദേഷ്യം, വീട്ടുകാരോട് ദേഷ്യം, ഇതെങ്ങനെയാ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് അങ്ങനൊരു വഴി പറഞ്ഞു തരണം. ഉടനെ ഗുരു ഒരു വഴി പറഞ്ഞു കൊടുത്തു. നല്ല വഴി കേട്ടോ, വേണേ നിങ്ങൾക്ക് പ്രായോഗികമാക്കാം. ഒരു മരത്തിന്റെ പലക അതെടുക്കുക, എന്നിട്ട് ദേഷ്യം ആരോടൊക്കെ തോന്നിയിട്ടുണ്ടോ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയാൽ ആ ദേഷ്യം തോന്നിയിട്ടുള്ളതിനനുസരിച്ച് എത്ര ആളോട് തോന്നിയിട്ടുണ്ടോ അതിനനുസരിച്ച് ഓരോ ആണി എടുത്തിട്ട് ഈ പലകയിൽ അടിച്ചിട്ട്, ദേഷ്യമുള്ള ആളുടെ തലയിലല്ല, ഞാൻ മാറിപ്പോണ്ട പറയുന്നത്. എന്നിട്ട് എത്ര ദിവസം എത്ര ആളുകളോട് ദേഷ്യം വരുന്നുണ്ടോ അത്രയും ആണി അടിച്ചു വെക്കുക. അപ്പൊ ഇയാളിങ്ങനെ ഈ ആണി അടിച്ച് ക്രമേണ ഇയാൾക്ക് ഓർമ്മ വരാൻ തുടങ്ങി. ദേഷ്യം വരുമ്പോഴേക്കും ആണിയുടെ കാര്യം ഓർമ്മ വരും.
അപ്പൊ ആണിയുടെ കാര്യം ഓർമ്മ വരും. അങ്ങനെ ആണി അടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യമേ വരുന്നില്ല. കാരണം ദേഷ്യം കണ്ട് വരുമ്പോഴേക്കും ആണി ഓർമ്മ വരും. ഞാനിത് പ്രായോഗികമാക്കി ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിൻസിയറായിട്ട് സ്വാമി എനിക്കൊരു ഉപകാരം ചെയ്യണം, ഭയങ്കര ദേഷ്യം വരണമെന്ന്. എന്താ അറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതെങ്ങനെയാ മാറ്റിയെടുക്കാന്ന്. ഞാൻ പറഞ്ഞു, അമ്മ സത്യം ചെയ്യൂ ചോദിച്ചു. സത്യം ചെയ്യുന്നു. ഭാഗവതം തൊട്ട് സത്യം ചെയ്യിച്ചു. ഭാഗവതം തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ 1000 രൂപ എനിക്ക് തരണം. അമ്മ ദയനീയമായിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കി. സത്യം ചെയ്താൽ മാറ്റാൻ പറ്റില്ല, 1000 രൂപ എനിക്ക് തരണം. ആ അമ്മ പറയപ്പോ ദേഷ്യമേ വരില്ല. കാരണം ദേഷ്യം വരുമ്പോഴേക്ക് 1000 ആണേ. ഇതിലും ഭേദം 1000 ആണ് പോയി കിട്ടുന്നതേ. ദേഷ്യം അപ്പം നിൽക്കില്ലേ അവിടെ. അപ്പം അങ്ങനെ ഒന്ന് പ്രായോഗികമാക്കാൻ പറ്റും കുറെയൊക്കെ. ഏതായാലും ഇയാൾ ആണി അടിച്ച് ഇയാൾക്ക് ദേഷ്യമില്ല. അവസാനം ഇയാൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു, ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ദേഷ്യം വരുന്നില്ല. കാരണം ദേഷ്യം വരുമ്പോഴേക്കും ആണി ഓർമ്മ വരുന്നത്. അപ്പോൾ ദേഷ്യമൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അങ്ങക്ക് ദേഷ്യം ഒട്ടുമില്ലാത്ത ദിവസം അതിലത്തെ ഓരോ ആണി പറിച്ചെടുക്കുക. ഒട്ടുമില്ലാത്ത ദിവസം. അങ്ങനെ ഇയാൾ ആണി പറിച്ചെടുക്കാൻ തുടങ്ങി. പറിച്ചെടുത്ത് കുറെ കഴിഞ്ഞപ്പം ആണി മുഴുവൻ പറിച്ചെടുക്കാൻ സാധിച്ചു അയാൾക്ക്. ഇപ്പൊ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തില്ല? ആണില്ല. പക്ഷേ ആണി അടിച്ചതിൻ്റെ ഓട്ടയുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, 2 കാര്യങ്ങൾ നിനക്ക് മനസ്സിലായോ അതിൽ നിന്ന്? ഒന്നാമത്തെ കാര്യം, നീ അടിച്ച ആണിയുടെ പാട് ഇനി ഒരിക്കലും ആ പലകയിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം മറക്കരുത്. രണ്ടാമത്, ഈ കാര്യം നീ മറന്നുപോയാൽ വീണ്ടും നിന്റെ ഉള്ളിൽ എന്ത് വരും? ക്രോധം നീ തിരിച്ചു വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നാം ചെയ്തു വെച്ചിരിക്കുന്ന, പണ്ടുള്ളവർ പറയാറില്ലേ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ കുറേയൊക്കെ ഒരു ക്രമീകരണം വരുത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്രോധത്തെ നിയന്ത്രിക്കാം. ഇപ്പൊ ഇവിടെ ഭഗവാൻ വൈകുണ്ഠമൂർത്തിയുടെ പാർഷദന്മാരായ 2 പേര്, ജയനും വിജയനും, അവരുടെ ഉള്ളിൽ ഒരു അവിവേകം വന്നു. ആദരിക്കേണ്ടവരെ ആദരിക്കാതെ വന്നപ്പോൾ ആ വിനയവും അതുപോലെ തന്നെ ആ ഒരു നല്ല സംസ്കാരം പെരുമാറ്റവും പോയപ്പോൾ ക്രോധത്തോടുകൂടി ഒരു പെരുമാറിയ സമയത്ത് അവർക്ക് പാർഷദന്മാരുടെ ലെവലിൽ നിന്നും ആരിലേക്ക് താഴേണ്ടി വന്നു? അസുരന്മാരുടെ തലത്തിലേക്ക് താഴേണ്ടി വന്നു. അപ്പോൾ ഈ ലോകത്തിലുണ്ടല്ലോ ആളുകൾ ഉയരുന്നതിനും താഴുന്നതിനും കാരണം അവരുടെ അറിവല്ല, അവരുടെ കഴിവല്ല, ഒന്നുമല്ല, അവരുടെ സമ്പത്തല്ല, ഒന്നുമല്ല. ഒരു വ്യക്തി ഉയരുന്നതിനും താഴുന്നതിനും കാരണം അവരുടെ